ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. നല്ല അർദ്ധരാത്രി സമയം, വിജനമായ ഒരു ഹൈവേയിലൂടെ നിങ്ങൾ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചു പോവുകയാണ്. ഏത് നിമിഷവും നല്ല മഴ പെയ്യാൻ പാകത്തിൽ ആകാശം കാർമേഘങ്ങളാൽ മൂടിക്കെട്ടി നിൽക്കുന്നു. റേഡിയോയിൽ മനോഹരമായ പാട്ടുകൾ ഓടിക്കൊണ്ടിരിക്കുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ വല്ലാത്തൊരു മൂടുള്ള കാലാവസ്ഥ. പെട്ടെന്നാണ് നിങ്ങളുടെ വണ്ടി കേടാകുന്നത്. വണ്ടി തള്ളി നിങ്ങൾ ഹൈവേയുടെ ഒരറ്റത്തേക്ക് മാറ്റി ഒതുക്കി നിർത്തുന്നു. ചുറ്റും നോക്കുമ്പോൾ വണ്ടികളൊക്കെ അത്യാവശ്യം പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയും ഇവിടുന്ന് പോകാമെന്നൊരു പ്രതീക്ഷ നിങ്ങൾക്കുണ്ട്, ശരിയല്ലേ? വണ്ടികൾക്ക് കൈ കാണിച്ച് ആരെങ്കിലും ഒന്ന് നിർത്തി സഹായിച്ചിരുന്നെങ്കിൽ എന്ന് കരുതി നിങ്ങൾ നിൽക്കുന്നു. ഈ സമയത്ത് നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ ചിന്തകളായിരിക്കും കടന്നു പോകുന്നത്? ഇനി എന്തായിരിക്കും സംഭവിക്കുക? എന്തായാലും ഇവളൊരു കഥ പറയുകയാണ്, തുടക്കത്തിൽ തന്നെ ഹൊറർ സ്റ്റോറിയാണെന്ന് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? വല്ല പ്രേതവും വരുമായിരിക്കും, അല്ലെങ്കിൽ കണ്ണു കെട്ടുന്ന വിധി എന്തെങ്കിലും പറയുന്നുണ്ടാകും. അതുമല്ലെങ്കിൽ ഏതെങ്കിലും പ്രേതമോ ഭൂതമോ വന്ന് നോക്കുമായിരിക്കും. ആയിരക്കണക്കിന് സാധ്യതകളുള്ള ഒരവസ്ഥയാണല്ലേ ഇത്. ഇങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കഥയിലും അങ്ങനെ ഒരു വഴിത്തിരിവ് വരാൻ പോകുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് കഥ അല്പം വ്യത്യസ്തമായിരിക്കും. അത് തന്നെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. എന്നാൽ ഈ വീഡിയോ ആരംഭിക്കുന്നതിന് മുൻപ് ഇതുപോലെയുള്ള കൂടുതൽ ഹൊറർ മിസ്റ്റീരിയസ് വീഡിയോസ് കാണാനായി നമ്മുടെ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ആദ്യമേ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഈ വീഡിയോയിൽ പറയുന്ന കഥ തികച്ചും ഒരു യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ആകാശ് 24 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ. ഒരു എഞ്ചിനീയറിംഗ് ജോലി ചെയ്യുകയായിരുന്നു അവൻ. മാസം 1-2 ലക്ഷം രൂപയൊക്കെ നല്ല രീതിയിൽ സമ്പാദിക്കുന്നുണ്ടായിരുന്നു. അടുത്തിടെയാണ് അവൻ സ്വന്തമായി ഒരു പുതിയ വണ്ടി വാങ്ങിയത്. അതായത് അവൻ്റെ ജീവിതം വളരെ സന്തോഷകരമായി മുന്നോട്ട് പോവുകയായിരുന്നു. മാതാപിതാക്കൾ സന്തുഷ്ടരാണ്, അവർക്ക് സ്വന്തമായി വീടുണ്ട്. അവൻ ജീവിതത്തിൽ വളരെ നല്ല നിലയിലാണ്. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവൻ തൻ്റെ സുഹൃത്തുക്കളോടൊപ്പം വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഇന്ന് വ്യാഴാഴ്ചയാണ്, നാളെ മുതൽ നല്ലൊരു ലോങ് വീക്കെൻഡാണ് വരുന്നത്. വെള്ളിയാഴ്ച ലീവാണ്, പിന്നെ ശനി ഞായർ ദിവസങ്ങൾ. അതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും പുറത്തു പോകാം. അപ്പോൾ അതിൽ അരുൺ എന്ന സുഹൃത്ത് പറഞ്ഞു, ശരി, നമുക്കൊരു കാര്യം ചെയ്യാം. കർജിയത്ത് എന്ന സ്ഥലത്തേക്ക് പോകാം. എൻ്റെ അച്ഛൻ അടുത്തിടെ അവിടെ ഒരു ഫാം ഹൗസ് വാങ്ങിയിട്ടുണ്ട്, നമുക്ക് അവിടേക്ക് പോകാം. അപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന സിദ്ധാർത്ഥ ചോദിച്ചു, പക്ഷെ നമ്മൾ എങ്ങനെ പോകും? ട്രെയിനിൽ എന്തായാലും പോകില്ലല്ലോ. ഇതിന് അരുൺ പറഞ്ഞു, എൻ്റെ കയ്യിൽ വണ്ടിയുണ്ട്, നമുക്ക് അതിൽ പോകാം. ഇപ്പോൾ സിദ്ധാർത്ഥ് പറഞ്ഞു, അയ്യോ അതല്ലടാ, നിൻ്റെത് ഒരു സെഡാൻ കാറല്ലേ, അതിൽ 4 പേർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 5 പേർക്ക് വരാൻ കഴിയില്ല, നമ്മൾ 5 പേരുണ്ടല്ലോ, അപ്പോൾ എങ്ങനെ പോകും? ഇത് കേട്ടപ്പോൾ ആകാശ് പറഞ്ഞു, ഞാനും ഇപ്പോൾ പുതിയൊരു വണ്ടി എടുത്തിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഞാൻ എൻ്റെ വണ്ടി ഓടിക്കാം. എന്തായാലും അവിടെ സാധനങ്ങളൊക്കെ വയ്ക്കാൻ വണ്ടി ആവശ്യമായി വരും. ഇതിന് അരുൺ പറഞ്ഞു, അത് നല്ല ഐഡിയ, എൻ്റെ ഫാം ഹൗസിൽ പാർക്കിങ്ങും കിട്ടും. അതുകൊണ്ട് എല്ലാം ഓക്കെയാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇന്ന് വ്യാഴാഴ്ച രാത്രി തന്നെ നമുക്കിറങ്ങാം. എങ്കിൽ നാളത്തെ ദിവസം മുഴുവൻ നമുക്ക് അവിടെ തന്നെ ചിലവഴിക്കാം. രാത്രിയാകുന്നു. അങ്ങനെ അന്നത്തെ ദിവസം രാത്രിയായി. എല്ലാവരും കർജിയത്തിലേക്ക് പുറപ്പെട്ടു. എല്ലാവരും അവരവരുടെ വണ്ടികളിൽ കയറിയിരുന്നു. അരുൺ തൻ്റെ വണ്ടിയിൽ കയറി. അരുൺ, സിദ്ധാർത്ഥ്, പിന്നെ ബാക്കി 2 പേരും അതിലുണ്ട്. മറുഭാഗത്ത് ആകാശും തൻ്റെ വണ്ടിയിൽ കയറിയിരുന്നു. എല്ലാം കൃത്യമായി നടക്കുന്നു. രാത്രി ആയിക്കൊണ്ടിരിക്കുന്നു. കാലാവസ്ഥ വളരെ മനോഹരമായിരുന്നു. അവൻ വണ്ടി കുറച്ചുകൂടി മുന്നോട്ടെടുത്തു. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞു കാണും. അങ്ങനെ കർജിയത്ത് ഹൈവേ എത്തിയപ്പോൾ ആകാശിനൊരു ഫോൺ കോൾ വന്നു. സിദ്ധാർത്ഥാണ് വിളിച്ചത്. അവൻ അരുണിൻ്റെ വണ്ടിയിലാണ് ഇരിക്കുന്നത്. സിദ്ധാർത്ഥ് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞത്, ആകാശ്, നീ കേൾക്കുന്നുണ്ടോ? മുന്നോട്ടുള്ള വഴി വളരെ മോശമാണ്. ഞങ്ങൾ വന്ന വഴി ഇപ്പോൾ തന്നെ നല്ല മഴ തുടങ്ങിയിട്ടുണ്ട്. ആ മഴ നിന്റെ അടുത്തേക്ക് എത്താൻ വലിയ താമസമൊന്നും ഉണ്ടാകില്ല. അതുകൊണ്ട് വണ്ടി വളരെ ശ്രദ്ധിച്ച് നീ ഓടിക്കേ. എന്തായാലും നിൻ്റെത് പുതിയ വണ്ടിയല്ലേ, ഒന്നും പറ്റാതിരിക്കട്ടെ. ഇത് കേട്ട് ആകാശ് പറഞ്ഞു, ഞാൻ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവറാണ്, നീ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട. നീ ഇപ്പോൾ ഇരിക്കുന്ന ആ വണ്ടി മുൻപ് ഞാനാണ് ഓടിച്ചിരുന്നത്. അതുകൊണ്ട് നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട. പിന്നെ കാലാവസ്ഥ അത് നല്ല അടിപൊളിയാണ്, എനിക്കൊരു കുഴപ്പം ഉണ്ടാകാൻ പോകുന്നില്ല. ഡോണ്ട് വറി. നല്ല എൻജോയ് ചെയ്ത് ഞാൻ വരും. നല്ല പാട്ടുകളൊക്കെ കേൾക്കുന്നുമുണ്ട്. ഇത് കേട്ടതും സിദ്ധാർത്ഥ് ഫോൺ വെച്ചു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു കോൾ വരുന്നു. എന്നാൽ ഇത്തവണ വിളിക്കുന്നത് അരുണായിരുന്നു.
അരുൺ വിളിച്ചിട്ട് പറഞ്ഞു, നീ സിദ്ധാർത്ഥിനോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഫോൺ സ്പീക്കറിലായിരുന്നു. ഇപ്പോഴും സ്പീക്കറിൽ തന്നെയാണ്. സംസാരിച്ചപ്പോൾ നീ ഭയങ്കര ഓവർ കോൺഫിഡൻ്റ് ആണെന്ന് എനിക്ക് തോന്നി. നിനക്കറിയില്ല, നമ്മൾ പോകുന്ന ഈ വഴി നമ്മളെപ്പോലുള്ളവർക്ക് പോകാൻ പറ്റിയ ഒന്നല്ല. നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തേണ്ടത് കൊണ്ടാണ് നമ്മൾ ഈ ഹൈവേയിലൂടെ പോകുന്നത്. നോക്ക്, ചുറ്റും അധികം വണ്ടികൾ പോലും ഇല്ല. അതുകൊണ്ട് ഞാൻ നിന്നോട് സത്യം പറയാം, ഈ വഴിയിൽ എപ്പോഴും അപകടങ്ങൾ നടക്കാറുണ്ട്. അതും വെറും അപകടങ്ങളല്ല, അതിൽപ്പെടുന്ന ഒരാൾ പോലും രക്ഷപ്പെടാറില്ല. ഇവിടെ മരിച്ചവരുടെ ആത്മാക്കൾ അലഞ്ഞു തിരിയുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ആരെങ്കിലും എപ്പോഴെങ്കിലും പെട്ടെന്ന് വണ്ടിയുടെ മുന്നിലേക്ക് ചാടും. അതോടെ മനുഷ്യൻ്റെ മരണം ഉറപ്പാണ്. അപ്പോഴാണ് നമ്മൾ. ഒന്നാമതേ നല്ല അർദ്ധരാത്രി സമയം, കൂടെ നല്ല മഴയും പെയ്യുന്നുണ്ട്. ഇനി പ്രേതത്തെ കണ്ടില്ലെങ്കിൽ പോലും നിനക്കവിടെ എന്തും സംഭവിക്കാം. ഇത് കേട്ടപ്പോൾ ആകാശ് ചോദിച്ചു, അയ്യോ, നീ എന്തിനാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറയുന്നത്? ഇതിന് അരുൺ പറഞ്ഞു, അല്ല ഭായ്, ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നതാണ്. ഇതിനടുത്ത് എവിടെയോ ഒരു ചെറിയ കുളമുണ്ട്. അവിടെ ആളുകളുടെ ശവങ്ങളൊക്കെ കൊണ്ടുവന്ന് തള്ളാറുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ചുറ്റുമുള്ള പ്രദേശം മുഴുവൻ ശപിക്കപ്പെട്ടതാണ്. ഇവിടെ ഒരിക്കലും നല്ലതൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നൊരു കാര്യം, വണ്ടി മാത്രം ഇവിടെ ഒരിടത്തും നിർത്തിപ്പോകരുത്. ഇപ്പോൾ ആകാശ് കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, ആ ശരി ശരി, ഇനി വല്ല പ്രേതത്തെയും കണ്ടു കിട്ടിയാൽ എൻ്റെ വണ്ടിയിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. നിങ്ങളെ വന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ അതിനെയും കൂട്ടി അങ്ങോട്ടേക്ക് വരാം. എന്തേ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അരുൺ ഫോൺ സ്പീക്കറിലിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അടുത്തു നിന്നും സിദ്ധാർത്ഥ് വിളിച്ചു പറഞ്ഞു, പ്ലീസ്, ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞ് നീ തമാശ കളിക്കരുത്. ഇത്തരം കാര്യങ്ങളെ ഒരിക്കലും പരിഹസിക്കാൻ പാടില്ല. ഇത് നീ കൈകൊണ്ട് അടിച്ചു തോൽപ്പിക്കാൻ പോകുന്ന ജീവനുള്ള മനുഷ്യരല്ല, മരിച്ചുപോയവരെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. തുടർന്ന് അരുൺ പറഞ്ഞു, നോക്ക്, ഞാൻ ഇവിടെ എപ്പോഴും വരാറുള്ളതാണ്. ഇത്തരം അപകടങ്ങൾ ഇവിടെ പതിവാണ്. നമ്മുടെ കൺമുന്നിൽ തന്നെ എത്രയോ തവണ ഇങ്ങനെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇത് വെറും ഒരു യാദൃശ്ചികതയല്ല. എൻ്റെ അയൽവാസികൾക്ക് പോലും ഇവിടെ വെച്ച് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അവർ ഇതിലൂടെ പോകുമ്പോൾ പെട്ടെന്ന് വണ്ടിയുടെ മുന്നിലേക്ക് വെള്ളത്തുണി ധരിച്ച ഒരു സ്ത്രീ ചാടി വീഴും. അവർ വണ്ടി കൃത്യസമയത്ത് നിർത്തിയത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. ഇല്ലായിരുന്നെങ്കിൽ അവരുടെ ജീവൻ തന്നെ പോയേനെ. ഈ ഭാഗ്യം അവർക്കുണ്ടായി, പക്ഷെ നമുക്കുണ്ടാകണമെന്നില്ല. ഞാൻ പറയുകയാണ്, ഈ വഴി ശരിക്കും ശപിക്കപ്പെട്ടതാണ്. ഇത് കേട്ടപ്പോൾ ആകാശ് ചിന്തിച്ചു, ഇവരുടെയൊക്കെ വായടപ്പിക്കാൻ വേണ്ടി നമുക്കിതങ്ങ് സമ്മതിച്ചു കൊടുക്കാം. ഇല്ലെങ്കിൽ ഇവരെന്നെ ഇങ്ങനെ പേടിപ്പിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ അവൻ പറഞ്ഞു, ആ ശരി ശരി, ഞാൻ ശ്രദ്ധിച്ചോളാം. ഇനി വെള്ളത്തുണി ഉടുത്ത ഏതെങ്കിലും സ്ത്രീയെ കണ്ടാൽ ഞാൻ വണ്ടി നിർത്താതെ അവിടെ നിന്ന് വിട്ടോളാം. മതിയല്ലോ. ഇപ്പോൾ ഞാൻ ഫോൺ വെക്കുകയാണ്. അങ്ങനെ അരുണും സിദ്ധാർത്ഥും ഫോൺ കട്ട് ചെയ്തു. ഫോൺ വെച്ചതിന് ശേഷം വണ്ടിയിൽ നല്ല നിശബ്ദതയായിരുന്നു. മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ നല്ല മഞ്ഞും പെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ആകാശിന് മുന്നിൽ പോയി അരുണിൻ്റെയും സിദ്ധാർത്ഥിൻ്റെയും വണ്ടി കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അതോടെ ആകാശ് കുറച്ചുകൂടി റിലാക്സ്ഡായി. ശരി, ഇനി ഇവർ അടുത്തില്ലല്ലോ. ഇനി എനിക്ക് എൻ്റേതായ സമയം കൃത്യമായി ആസ്വദിക്കാം. പെട്ടെന്ന് മഴ വളരെ ശക്തമായി പെയ്യാൻ തുടങ്ങി. ആകാശിനാണെങ്കിൽ മഴ പെയ്യുന്നത് ഒത്തിരി ഇഷ്ടമായിരുന്നു. അങ്ങനെ അവൻ ചിന്തിക്കുകയായിരുന്നു, വണ്ടിക്കുള്ളിൽ ഇരുന്നിട്ട് വലിയ രസമൊന്നും തോന്നില്ല. അപ്പോഴാണ് റോഡരികിൽ ഒരു ചായക്കട കണ്ടത്. ഇത്രയും അർദ്ധരാത്രി ആയിട്ടും ആരോ അത് തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ആകാശ് വിചാരിച്ചു, ശരി, കുറച്ച് സമയത്തേക്ക് വണ്ടി ഇവിടെ നിർത്താം. അവൻ അങ്ങോട്ടേക്ക് ചെന്ന് ചായക്കാരനോട് ഒരു ചൂട് ചായ ഓർഡർ ചെയ്തു. എന്നിട്ട് അവിടെ മാറി നിന്ന് ചിന്തിക്കാൻ തുടങ്ങി. ഞാൻ കർജർ എന്ന സ്ഥലത്ത് ചെന്നിട്ട് അത് ചെയ്യണം, ഇത് ചെയ്യണം. ഇവന്മാരൊക്കെ എന്നെ വെറുതെ പേടിപ്പിക്കാൻ നോക്കുകയാണ്. ഇതൊക്കെ ഞാൻ വിശ്വസിക്കുമെന്നാണ് അവർ കരുതുന്നത്. അതേസമയം തന്നെ അവന് സിദ്ധാർത്ഥിൻ്റെ കോളും വരുന്നു. അവൻ ഫോൺ എടുത്തതും സിദ്ധാർത്ഥ് അപ്പുറത്തു നിന്നും നിലവിളിച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഞങ്ങളുടെ അടുത്ത് തന്നെ നിൽക്കാൻ. ഇപ്പോൾ ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചെന്ന് നിനക്കറിയാമോ? ഞങ്ങളൊരു അല്പസമയത്തേക്ക് വണ്ടി ഒന്ന് നിർത്തിയതായിരുന്നു. പെട്ടെന്ന് ഞങ്ങളുടെ അടുത്ത് വെള്ള വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ വന്നു നിന്നു. എന്നിട്ട് അവൾ ഉറക്കെ കരയാൻ തുടങ്ങി. എനിക്ക് മറ്റൊരു ജീവിതം തരൂ, ഞാൻ മരിച്ചുപോയി, ഞാൻ മരിച്ചുപോയി, എന്നെ ആരെങ്കിലും രക്ഷിക്കൂ, എനിക്ക് വീണ്ടും ജീവിക്കണം, എനിക്ക് വീണ്ടും ജീവിക്കണം, ഞാൻ മരിച്ചുപോയി. ഇങ്ങനെ അവൾ നിലവിളിച്ചുകൊണ്ട് കരയുകയായിരുന്നു. ഞങ്ങൾ എങ്ങനെയൊക്കെയോ ഓടി വണ്ടിക്കുള്ളിൽ കയറിയിരുന്നു. വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയിട്ട് സ്റ്റാർട്ടാകുന്നതേ ഇല്ലായിരുന്നു. ആ സ്ത്രീ ഞങ്ങളോട് എന്താണ് ചെയ്തതെന്നറിയില്ല. അവൾ ഞങ്ങളുടെ വണ്ടിയുടെ ഗ്ലാസ്സിനടുത്ത് വന്ന് കൈകൊണ്ട് അടിക്കുകയും ഉറക്കെ കരയുകയും ചെയ്യുകയായിരുന്നു. ഞാൻ നിന്നോട് പറയുകയാണ്, ഇവിടെ കാര്യങ്ങൾ ഒട്ടും ശരിയല്ല. എന്തൊക്കെയോ കുഴപ്പമുണ്ട്, വലിയ എന്തോ കുഴപ്പമുണ്ട് ഇവിടെ. നിനക്കിവിടെ ഏതെങ്കിലും മനുഷ്യനെ കണ്ടാൽ പോലും അവരെന്ത് തന്നാലും ശരി,
ഒട്ടും വിശ്വസിക്കരുത്. ഇത്രയും പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു. മറുഭാഗത്ത് ചായക്കാരൻ ആകാശിന് ചായ കൊടുക്കാനായി അങ്ങോട്ടേക്ക് വരുന്നു. ആകാശ് അയാളെ നോക്കിയിട്ട് പെട്ടെന്ന് പറഞ്ഞു, വേണ്ട വേണ്ട, എനിക്കിപ്പോൾ ചായ കുടിക്കണ്ട, നിങ്ങളിത് വെച്ചോളൂ. ഇതിൻ്റെ പണം എത്രയാണെന്ന് വെച്ചാൽ ഞാനത് തരാം. പക്ഷെ ഞാൻ പോവുകയാണ്, എനിക്ക് ഈ ചായ ഒട്ടും വേണ്ട. ഇപ്പോൾ ചായക്കാരൻ പറഞ്ഞു, ശരി സാർ, 10 രൂപയായി. അവൻ അയാളുടെ കയ്യിലേക്ക് 20 രൂപ വെച്ചു കൊടുത്തിട്ട് അവിടെ നിന്ന് വേഗത്തിൽ ഓടിപ്പോയി തൻ്റെ വണ്ടിക്കുള്ളിൽ കയറിയിരുന്നു. ഇപ്പോൾ അവന് വണ്ടി ഓടിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. കാരണം അത്രയ്ക്ക് ശക്തമായ മഴയാണ് പെയ്യുന്നത്. വണ്ടിക്കുള്ളിൽ അവൻ ഒരനക്കവുമില്ലാതെ മിണ്ടാതിരുന്നു. അവനിപ്പോൾ ചിന്തിക്കുകയായിരുന്നു, ഞാനിനി ഇവിടെ എന്ത് ചെയ്യും? എനിക്ക് വണ്ടി ഓടിക്കാൻ കഴിയുന്നില്ല, ഇവിടെ ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. മഴ അത്രയും ശക്തമാണ്, വഴി ഒട്ടും പ്രവചിക്കാൻ പറ്റാത്തതുമാണ്. മുന്നിൽ എന്താണ് വരിക എന്നൊരു പിടിയുമില്ല. വല്ല വണ്ടിയോ മൃഗങ്ങളോ വരാം, അതല്ലെങ്കിൽ പുറത്തു നിന്നുള്ള മറ്റെന്തെങ്കിലും. എന്നെ വന്ന് പിടിച്ചുകൊണ്ടു പോകുന്ന അത്രയും അപകടകരമായ എന്തെങ്കിലും വന്നേക്കാം. അതൊരു പക്ഷെ എൻ്റെ മോക്ഷത്തിലേക്കുള്ള വഴിയെ പോലും ഇല്ലാതാക്കിയേക്കാം. കൃത്യം ആ സമയത്ത് അവൻ്റെ വണ്ടിയുടെ ഗ്ലാസ്സിൽ ആരോ വന്ന് ശക്തിയായി അടിക്കാൻ തുടങ്ങി. പുറത്ത് ആരാണെന്ന് നോക്കാൻ പോലും അവൻ നിന്നില്ല. പെട്ടെന്ന് തന്നെ വണ്ടിയുടെ ആക്സലറേറ്റർ അമർത്തി അവിടെ നിന്ന് വണ്ടി മുന്നോട്ടെടുത്തു. അവൻ എങ്ങോട്ടാണ് വണ്ടി ഓടിക്കുന്നതെന്നും എവിടെയൊക്കെയാണ് ലെഫ്റ്റും റൈറ്റും തിരിക്കുന്നതെന്നും അവനൊരു ധാരണയില്ലായിരുന്നു. അവൻ പേടിച്ച് ശ്വാസം വലിച്ചുവിടാൻ തുടങ്ങി. ആ സ്ത്രീ ഇവിടെയും എത്തിയോ? അവൻ എല്ലാവരെയും ഫോൺ വിളിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ ആർക്കും കോള് കണക്റ്റ് ആകുന്നുണ്ടായിരുന്നില്ല. ഫോണിൽ ഒട്ടും നെറ്റ്വർക്ക് ഇല്ലായിരുന്നു. ഇപ്പോൾ അവൻ ചിന്തിച്ചു, ഞാനിനി എങ്ങനെ പോകും? ഒന്നുകിൽ കർജത്തിലേക്ക് പോകണം, അല്ലെങ്കിൽ തിരിച്ച് മുംബൈയിലേക്ക് തന്നെ പോകണോ? ഞാൻ എന്ത് ചെയ്യും? മുംബൈയിലേക്ക് പോകാനും കഴിയില്ല, കാരണം എനിക്ക് വഴി അറിയില്ല. ഇൻ്റർനെറ്റും വർക്ക് ചെയ്യുന്നില്ല, നെറ്റ്വർക്കും കൃത്യമായി കിട്ടുന്നില്ല. ചെയ്യേണ്ടത് എന്താണെന്ന് ഒരു പിടിയുമില്ലാത്ത അവസ്ഥ. അങ്ങനെ ഒടുവിൽ ഒരുപാട് ശ്രമങ്ങൾക്ക് ശേഷം അവന് ശരിയായ വഴി കണ്ടെത്താൻ കഴിഞ്ഞു. അവൻ വീണ്ടും ഹൈവേയിലേക്ക് തിരിച്ചെത്തി. അങ്ങനെ ഹൈവേയിൽ കയറിയതും അവൻ്റെ ഫോണിൽ നെറ്റ്വർക്ക് തിരികെ വന്നു. പെട്ടെന്ന് തന്നെ ഒന്നിനു പുറകെ ഒന്നായി ഒരുപാട് നോട്ടിഫിക്കേഷനുകൾ അവൻ്റെ ഫോണിലേക്ക് വരാൻ തുടങ്ങി. നോക്കുമ്പോൾ സിദ്ധാർത്ഥിൻ്റെ 10 കോളുകൾ, അരുണിൻ്റെ കുറഞ്ഞത് 12 മുതൽ 13 വരെ കോളുകൾ, കൂടാതെ വീട്ടിൽ നിന്നും ഒരുപാട് കോളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അവൻ ഒട്ടും സമയം കളയാതെ നേരെ സിദ്ധാർത്ഥിനെ തിരിച്ചു വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നിനക്കറിയാമോ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന്? ഞാനിവിടെ വണ്ടിക്കുള്ളിൽ വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആരോ വന്ന് വണ്ടിയുടെ ഗ്ലാസ്സിൽ ശക്തി അടിക്കാൻ തുടങ്ങി. ഞാൻ ശരിക്കും പേടിച്ചുപോയി. നീ പറഞ്ഞതൊക്കെ അത്രയും ശരിയായിരുന്നു, ഇവിടെ എന്തൊക്കെയോ കുഴപ്പമുണ്ട്. അവൻ ഇത്രയും പറഞ്ഞു തീർത്തപ്പോഴേക്കും സിദ്ധാർത്ഥ് അപ്പുറത്തുനിന്ന് പറയുകയാണ്, എടാ പൊട്ട, ഞങ്ങൾ നിന്നെ പറ്റിച്ചതാണ്, അങ്ങനെ ഒന്നും തന്നെ ഇല്ല. നീ വേഗം ഇങ്ങോട്ടേക്ക് പോര്, ഞങ്ങൾ കർജത്തിലെ ഫാം ഹൗസിൽ എത്തിക്കഴിഞ്ഞു. ഞങ്ങൾ ചുമ്മാ നിന്നെ കളിയാക്കിയതല്ലേ. വഴിയിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടാകുമോ? നിനക്ക് ഭ്രാന്തായോ? അങ്ങനെയൊന്നുമില്ല, നീ വേഗം ഇങ്ങോട്ടേക്ക് വാ. പിന്നൊരു കാര്യം, നിന്റെ ലൈവ് ലൊക്കേഷൻ ഞങ്ങൾക്ക് അയച്ചു തന്നേക്ക്. ഇനി വണ്ടി കേടാവുകയോ മറ്റോ ചെയ്താൽ ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് വരാമല്ലോ. ഇത് കേട്ടപ്പോൾ ആകാശിന് വലിയൊരു ആശ്വാസമായി. അങ്ങനെയൊന്നുമില്ല അല്ലേ, ഞാൻ വെറുതെ ആവശ്യമില്ലാതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടുകയായിരുന്നു. അവൻ വീണ്ടും വണ്ടി കൃത്യമായി ഓടിക്കാൻ തുടങ്ങി. കുറച്ച് സമയം കഴിഞ്ഞ് വണ്ടി കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ വഴി വീണ്ടും വിജനമാകാൻ തുടങ്ങി. അതോടെ അവൻ്റെ ഉള്ളിൽ ആ പഴയ ഭയം തിരികെ വരാൻ തുടങ്ങി. ഇവരെന്നെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാണെങ്കിലും വെള്ള വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ ശരിക്കും അലഞ്ഞു തിരിയുന്നുണ്ടാകുമോ? അങ്ങനെ വരാൻ സാധ്യതയില്ലേ? ഒരു പക്ഷെ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയായിരിക്കും ഇവരിപ്പോൾ ഇതൊരു തമാശയാണെന്ന് പറഞ്ഞത്. ശരിക്കും അങ്ങനെ ഒരു സ്ത്രീ ഇവിടെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ടാകുമോ? അവളിപ്പോൾ എൻ്റെ അടുത്ത് തന്നെ എവിടെയെങ്കിലും ഉണ്ടാകുമോ? അവൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൊണ്ടിരുന്ന ആ സമയത്ത് അവൻ്റെ വണ്ടിയുടെ തൊട്ട് മുന്നിലേക്ക് ഒരു മൃഗം ചാടി വീണു. അത് കണ്ടതും അവൻ വണ്ടി പെട്ടെന്ന് വലത്തോട്ട് വെട്ടിച്ചു. നിയന്ത്രണം വിട്ട് വണ്ടി നേരെ ചെന്നൊരു മരത്തിൽ ഇടിച്ചു നിന്നു. അവൻ്റെ തലയിൽ നിന്ന് നല്ലതുപോലെ ചോര വരാൻ തുടങ്ങിയിരുന്നു. എങ്കിലും മരിച്ചു പോകാനോ ബോധം കെടാനോ ഉള്ള അത്രയും വലിയ പരിക്കുകളൊന്നും അവന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവൻ ഓക്കെ ആയിരുന്നു. ചുരുങ്ങിയത് ഹോസ്പിറ്റൽ വരെ പോകാനുള്ളൊരു ആരോഗ്യം അവനുണ്ടായിരുന്നു. പക്ഷെ അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ വണ്ടി സ്റ്റാർട്ടാകുന്നുണ്ടായിരുന്നില്ല. മഴയാണെങ്കിൽ അപ്പോഴും വളരെ ശക്തമായി പെയ്യുന്നുണ്ട്. അവൻ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി നോക്കിയപ്പോൾ റോഡിലൂടെ ഒരുപാട് വണ്ടികൾ പോകുന്നത് കണ്ടു. സമയം രാത്രി ഏകദേശം 2:30 അല്ലെങ്കിൽ ഒരു 3 മണിയായിട്ടുണ്ടാകും. എങ്കിലും ആരോ വന്ന് തന്നെ രക്ഷിക്കുമെന്ന് അവൻ പ്രതീക്ഷിച്ചു. അവൻ വണ്ടികൾക്ക് കൈ കാണിക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് അവൻ്റെ തൊട്ടു പിന്നിൽ നിന്നും ഒരു ശബ്ദം കേൾക്കുന്നത്. നിങ്ങൾക്കെന്തെങ്കിലും സഹായം വേണോ? ആ ശബ്ദം കേട്ട് ആകാശ് പുറകോട്ട് തിരിഞ്ഞതും അവൻ നേരെ നിലത്തേക്ക് വീണു.
അവൻ്റെ മങ്ങിയ കണ്ണുകളിലൂടെ അവൻ ഒന്നു മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ. വെള്ള വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ താഴേക്ക് കുനിഞ്ഞ് അവനെ സഹായിക്കാൻ ശ്രമിക്കുന്നു. അവൾ അവൻ്റെ ജീവനെടുക്കാൻ നോക്കുകയാണോ അതോ മറ്റെന്തെങ്കിലും ചെയ്യാൻ നോക്കുകയാണോ? ആ നിമിഷം തന്നെ പേടിച്ച് വിറച്ച ആകാശിന് ഒരു ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുകയും അവൻ അവിടെ കിടന്ന് വിറച്ച് ബോധരഹിതനാവുകയും ചെയ്തു. പിന്നീട് ആകാശ് കണ്ണ് തുറക്കുമ്പോൾ അവൻ ഒരു ആശുപത്രി കിടക്കയിലായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് വന്ന ഡോക്ടർ ചോദിച്ചു, നിങ്ങളുടെ എമർജൻസി കോണ്ടാക്റ്റിൽ അരുൺ എന്നൊരു പേരുണ്ടായിരുന്നു, അദ്ദേഹം പുറത്ത് നിൽപ്പുണ്ട്, ഞാൻ ഉള്ളിലേക്ക് വിടട്ടെ? ആകാശ് പറഞ്ഞു, ആ, അദ്ദേഹത്തെ ഉള്ളിലേക്ക് വരാൻ പറയൂ. അരുൺ അകത്തേക്ക് വന്നിട്ട് ചോദിച്ചു, നിനക്ക് എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ ആകാശ് പറഞ്ഞു, എനിക്കറിയില്ലടാ, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം എൻ്റെ തലയ്ക്കുള്ളിൽ വന്ന് അത്രയ്ക്കങ്ങ് ഇരിക്കുകയായിരുന്നു. അവിടെ പ്രേതമോ ഭൂതമോ ഒന്നും ഉണ്ടായിരുന്നില്ലായിരിക്കാം, ആരും വെള്ളവസ്ത്രം ധരിച്ച് വന്നിട്ടും ഉണ്ടാകില്ലായിരിക്കാം. പക്ഷെ ഞാൻ അവിടെ വെള്ളവസ്ത്രം പോലുള്ള ഏതോ വസ്ത്രം ധരിച്ച ഒരു സ്ത്രീയെ കണ്ടു. അവൾ ഒരു പക്ഷെ എന്നെ സഹായിക്കാൻ വന്നതായിരിക്കാം. അവളെ കണ്ടതും നിങ്ങളുടെ വാക്കുകളാണ് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നത്. ആ ഭയത്തിൽ എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു. അവളൊരു സാധാരണ സ്ത്രീ ആയിരിക്കാം, എന്നെ സഹായിക്കാൻ വന്നതായിരിക്കാം. ഒരു പക്ഷെ അവളായിരിക്കും എന്നെ ഇവിടെ എത്തിച്ചത്. നിങ്ങളൊക്കെ എപ്പോഴാണ് വന്നത്? ഇത് കേട്ട് അടുത്തുള്ളൊരു ഡോക്ടർ പറഞ്ഞു, നിങ്ങളെ ഒരു സ്ത്രീയും ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. ആ വഴിയിലൂടെ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഒരു ഒഴിഞ്ഞ ആംബുലൻസ് വരുന്നുണ്ടായിരുന്നു, അവരാണ് നിങ്ങളെ ഇവിടെ എത്തിച്ചത്. അവിടെ അങ്ങനെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നില്ല. ആകാശ് ഇന്നും ആ ഒരു ചിന്തയിലാണ് കഴിയുന്നത്. അന്ന് കണ്ട ആ സ്ത്രീ അത് ജീവനുള്ളൊരു സ്ത്രീ ആയിരുന്നോ അതോ മരിച്ചവളായിരുന്നോ? അവളാണോ തന്നെ രക്ഷിച്ചത് അതോ ആ കാട്ടിൽ തന്നെ മരണത്തിന് വിട്ടുകൊടുത്തിട്ട് പോയതാണോ? ആകാശിൻ്റെ അസുഖമൊക്കെ മാറി അവനിപ്പോൾ പൂർണ്ണ ആരോഗ്യവാനാണ്. എങ്കിലും എന്താണ് സത്യം എന്താണ് കള്ളമെന്ന് വേർതിരിച്ചറിയാൻ അവൻ ഇന്നും കഴിയുന്നില്ല. ഈ വീഡിയോയുടെ അവസാനം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്ര മാത്രമാണ്. കഥകളിലെ ഭയം കാരണം നിങ്ങളുടെ ജീവിതം മുഴുവനും പേടിയിൽ കൊണ്ടുപോയി തള്ളരുത്. വഴിയിൽ ഒരു പ്രാവ് പറന്നു പോയാൽ പോലും പേടിക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങളുടെ ജീവിതം മാറിപ്പോകരുത്. നിങ്ങളെ മാനസികമായി കുറച്ചുകൂടി ശക്തരാക്കുക. കാരണം കഥകൾ ഉണ്ടാക്കിയ ഭയമാണ് ആകാശിനെ അത്രയധികം പേടിപ്പിച്ചത്. ജീവനുള്ള ഒരു സാധാരണ സ്ത്രീയെ കണ്ടിട്ട് പോലും അവൻ അത്രയ്ക്ക് ഭയന്നുപോയി. ഒടുവിൽ അവന് ഹാർട്ട് അറ്റാക്ക് വരെ വന്നു. അതുകൊണ്ട് പറയേണ്ടത് ഇതാണ്, എപ്പോഴും ജാഗ്രതയോടിരിക്കുക, ബുദ്ധിയോടെ പെരുമാറുക. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.